ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ് ചിത്രമായ ആവനാഴി 2 ദിനങ്ങൾ പിന്നിട്ട് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. 5 ലക്ഷം രൂപയോളമായിരുന്നു ആദ്യ ദിനത്തെ കളക്ഷൻ. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 2-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അങ്ങനെ നോക്കുമ്പോൾ സിനിമയ്ക്ക് മിക്ക സ്ഥലങ്ങളിലും ഷോകൾ കട്ട് ചെയ്യുന്ന ഒരു കാര്യം, ആളില്ലാത്തത് കൊണ്ട് തന്നെ ആ സിനിമയുടെ പല ഷോകളും ഇല്ലാതെ ആയിരിക്കുന്നു. 3-ാം ദിവസം നോക്കുമ്പോൾ എറണാകുളത്ത് ആദ്യ ദിനത്തേക്കാൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. നമുക്ക് ബുക്ക് മൈ ഷോയിൽ 3 സെൻറ്ററുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും എറണാകുളം കവിതയിൽ മാത്രമാണ് അത്യാവശ്യം ബുക്കിംഗ് ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി തിയേറ്ററുകളിലൊക്കെ വളരെ ശോകമെന്ന് തന്നെ പറയാം. 2-ാം ദിവസത്തെ കളക്ഷനായിട്ട് വിശ്വസനീയം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ആകെയുള്ള അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് 1 ലക്ഷം രൂപ വന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് സിനിമ കേരളത്തിന് പുറത്തും റിലീസ് ചെയ്തിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളെങ്കിലും കൂട്ടിയിട്ടാണ് 1 ലക്ഷം രൂപ 2-ാം ദിവസം സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം 6 ലക്ഷം രൂപയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പോലീസ് കഥാപാത്രങ്ങൾ, മലയാളത്തിൻ്റെ ഏറ്റവും നമ്പർ 1 പോലീസ് ക്യാരക്ടർ ആയിട്ടുള്ള സിനിമ 38 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കണക്ക് എന്ന് തന്നെ പറയാം. യാതൊരു പ്രമോഷനോ യാതൊരു കാര്യങ്ങളോ ഇല്ലാതെ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അതിനിടയിൽ കോമഡി ആയിട്ടാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യം, ഈ ഒരു സിനിമ ഇറങ്ങിയത് മമ്മൂട്ടി പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. പലരും അറിഞ്ഞിട്ടില്ല. ഒരുപാട് പേർ ഇങ്ങനെ ഉള്ള വീഡിയോസ് കാണുമ്പോൾ മാത്രമാണ് ഈ സിനിമ ഇറങ്ങിയോ എന്നുള്ളത് തന്നെ അറിയുന്നത്. ഒരു പ്രൊമോഷനും ഇല്ലാതെ വന്ന് 38 വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയാണ്, നമുക്കറിയാം. ആ ഒരു കാലത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു അഭിപ്രായമില്ല. ഏറ്റവും മികച്ച ഒരു ക്യാരക്ടർ എന്നുള്ളതും സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള എല്ലാവരും മികച്ച പെർഫോമൻസ് എന്നും ആംഗ്രി യങ് മാൻ എന്നുള്ള കാറ്റഗറിയിൽ ഇന്ന് കാണുന്ന പിള്ളേരൊന്നും അല്ല എന്നുള്ളതും അവർ എടുത്തു പറയുന്നു. മമ്മൂട്ടിയുടെ ആ ഒരു മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ദേഷ്യം വരുന്ന ക്യാരക്ടർ, അതൊന്നും ഇന്നത്തെ ഒരു പിള്ളേർക്കും കഴിയുന്നില്ല. ഇവരൊക്കെ കാണുന്ന ആംഗ്രിയൊക്കെ വെറുതെ ഈ മറ്റേ നമുക്ക് ജഗതിയൊക്കെ കാണിക്കുന്ന പോലുള്ള കളിയാക്കി കാണിക്കുന്ന പോലെ, ജഗതി ശ്രീകുമാറൊക്കെ കാണിച്ചിരിക്കുന്ന കളിയാക്കൽ ഉണ്ടല്ലോ, അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. മമ്മൂട്ടിയോളം ആംഗ്രി യങ്മാനായിട്ട് മലയാളത്തിൽ വേറെ ആരും വന്നിട്ടില്ല. തൊട്ട് പിന്നാലെ നിൽക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ്. വേറെ ഒരാളും ആ ഒരു കാലഘട്ടത്തിന് ശേഷം അമ്മാതിരി പവർഫുൾ ആയിട്ടുള്ള ആളുകൾ വന്നിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ യൂത്ത് അംഗീകരിക്കുന്നു. കാരണം ഇന്ന് അവരുടെ യൂത്ത് നടന്മാർ ദുൽഖർ തുടങ്ങി ബാക്കി എല്ലാവരെയും അവർ വിലയിരുത്തുമ്പോൾ അവർ പറയുന്നു ആംഗ്രി യങ് മാൻ അല്ലെങ്കിൽ ഒരു ചൂടൻ പോലീസുകാരൻ എന്നൊക്കെ പറയുന്നത് ഇന്ന് കാണുന്ന ആരുടെയും അല്ല, ഇന്നത്തെ പിള്ളേരെന്നല്ല. 40 വയസ്സാണ് ഒട്ടുമിക്ക നമ്മുടെ ഇന്നത്തെ മുൻനിര താരങ്ങളുടെയും, അല്ലെങ്കിൽ അതിന് മുകളിലാണ് അവരുടെ ഏജ് എല്ലാം. ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 35 വയസ്സിൽ മമ്മൂട്ടി ചെയ്ത ഈ ഒരു ക്യാരക്ടർ ഇന്നും അതേ സ്ട്രെങ്തിൽ പിടിക്കാൻ ആളില്ല എന്നുള്ളത് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. എന്താണ് കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആകെ 6 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് നിൽക്കുന്നത്. 3-ാം ദിവസവും സിനിമയ്ക്ക് പ്രത്യേകിച്ച് വലിയ ബുക്കിംഗ് ഒന്നും തന്നെ കാണാനില്ല. പലവട്ടം നമ്മൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയിട്ടും അത്യാവശ്യം കുറച്ച് സീറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് പോയി എന്നല്ലാണ്ട് കൂടുതലൊന്നുമില്ല. എറണാകുളത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ലുലുവിലും കവിതയിലും സവിതയിലും മാത്രമാണ്. അതിനകത്തിൽ കവിതയിലാണ് കുറച്ചേറെ സീറ്റുകൾ ബുക്കായതായിട്ട് കാണപ്പെടുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം നിങ്ങൾ ആരെങ്കിലും സിനിമ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. ഗ്രേറ്റ് മീഡിയാസ്.